ഹലോ നമസ്കാരം. ബാത്റൂം കൺസീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ കാര്യം. ഇപ്പോഴും നമ്മുടെ ബാത്റൂം കൺസീലറുകളിൽ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, വളരെ റെയറായിട്ട് കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ബാത്റൂം കൺസീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന PVCയുടെ പൈപ്പും അതിൻ്റെ ഫിറ്റിങ്സുകളുമാണ്. ഈ PVC പൈപ്പും ഫിറ്റിങ്സുകളും ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രധാന വിഷയം, നമ്മൾ കൺസീൽഡ് വർക്ക് ചെയ്യുന്ന ടൈമുകളിലെല്ലാം ഇത് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ നോർമൽ വാളുകൾക്ക് ക്രാക്ക് വരുന്നത് പോലെ തന്നെ ബാത്റൂമിൻ്റെ വാളുകൾക്കും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കുകൾ വരാറുണ്ട്. ഇത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഈ അകത്ത് കിടക്കുന്ന കൺസീൽ ചെയ്തേക്കുന്ന പൈപ്പുകൾ PVCയുടെയും പൈപ്പും ഫിറ്റിങ്സും ആണെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിനകത്തും ഈ കാണുന്ന രീതിയിൽ വാളിന് വരുന്ന അതേ ക്രാക്കുകൾ പൈപ്പിനും ഫിറ്റിങ്സുകളിലും ഉണ്ടാവും. ഇത് കാലക്രമേണ മുന്നോട്ട് വലിയ ലീക്കിലേക്ക് മാറും. നമുക്കത് പിന്നെ വാൾ ഇടിച്ച് ഇതിൻ്റെ കൺസീൽ ചെയ്തേക്കുന്നതിൻ്റെ ഡിഫക്റ്റുകൾ മാറ്റി വീണ്ടും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വരുന്നത്. എന്നാൽ അത് CPVCയിലോ PPRലോ ആണ് കൺസീൽഡ് വർക്കുകൾക്ക് അല്ലെങ്കിൽ കൺസീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പൈപ്പിനകത്തോട്ട് എഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആ കൺസീൽഡ് ആ രീതിയിൽ നിലനിൽക്കുന്നതാണ്, നമുക്ക് മുന്നോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. അതുമാത്രവുമല്ല, CPVC പൈപ്പോ PPRൻ്റെ പൈപ്പോ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റും. ഇത് തമ്മിലുള്ളൊരു കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 to 20% വരെയാണ് ഈ നോർമൽ പൈപ്പും അല്ലെങ്കിൽ CPVCയും PPRും തമ്മിലുള്ളൊരു ഡിഫറൻസ് വരുന്നത്. പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു വലിയ എഫക്റ്റ് വരാതെ തന്നെ നമുക്ക് PVC പൈപ്പിൽ നിന്ന് മാറി CPVCയോ PPRോ കൺസീൽഡ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.